ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം തീരുമാനിച്ചു. അച്ഛൻ ചോദിച്ചു നമുക്ക് ചോല കാണാൻ പോവാന്ന്. അപ്പോൾ ഞങ്ങൾ അടുത്ത് തന്നെ ഒരു ചോലയുണ്ട്, മാനാഞ്ചോല എന്നാണ് പേര്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും ആശയും അച്ഛനും കൂടിയും പോകാറുണ്ട്. സാധാരണ മഴക്കാലമാകുമ്പോൾ ഞങ്ങൾ പോകാറുള്ളത് കേട്ടോ അവിടെ കാണാൻ. അങ്ങനെ ആദ്യം തന്നെ വല്യച്ഛൻ്റെ വീട്ടിൽ പോയി. അവിടെ നിന്ന് ആദ്യം ചായ കുടിച്ചു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അമ്മ കുടുംബശ്രീക്ക് പോയതാന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അമ്മേനെയും കൂട്ടി പോവാൻ. അപ്പോൾ അവിടുന്ന് ശ്രീബാലിയും വല്യമ്മയും ഒക്കെ വരാമെന്ന് പറഞ്ഞു. ആദ്യം ഞങ്ങൾ ചായ കുടിക്കണം. അപ്പോൾ ചായ കുടിക്കുമ്പോൾ ആദ്യം കുറച്ച് ബേക്കറി ഞാൻ ചോദിച്ചതാണ്. അത് വേഗം അച്ഛൻ വേഗം വാങ്ങി. അങ്ങനെ പിന്നെ എനിക്ക് തന്ന്. അങ്ങനെ അവിടെ ചായയൊക്കെ കുടിച്ച് പിന്നെ പോകാൻ വേണ്ടി പുറത്തിറങ്ങി. ആശി ഭയങ്കര ത്രില്ലാണ്, നമുക്ക് ചോല കാണണം എന്നൊക്കെ പറയാം, വെള്ളത്തിൽ കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. അങ്ങനെ ഞാനും അമ്മയും വല്യമ്മയും അച്ഛനും ആശയും ശ്രീബാലും കൂടിയായിരുന്നു. അപ്പോൾ എല്ലാ പ്രാവശ്യം ചോല കാണാൻ പോകുമ്പോഴും അവിടെ അടുത്തുള്ള കടയിൽ നിന്ന് ഞങ്ങൾ ഇതൊക്കെ വാങ്ങും, പുളിയച്ചാർ അങ്ങനെയൊക്കെ. ഇങ്ങനെ ഞങ്ങൾക്ക് പിന്നെ എന്താ പറയുക, വയസ്സൊന്നും നോക്കൂല, എല്ലാവരും ഞങ്ങൾ കഴിച്ചിട്ടാണ് പോകുക. അമ്മയും അച്ഛനും വല്യമ്മയും ഞങ്ങളെല്ലാവരും കഴിക്കാറുണ്ട്. കാരണം ഈ മിഠായി വീട്ടിൽ കൊണ്ടുവരുമ്പോഴാണെങ്കിലും എന്താ പറയുക, എല്ലാവർക്കും വാങ്ങാറുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. അങ്ങനെ ഞങ്ങൾ പോയി. ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ നല്ല സൗണ്ട് ഉണ്ട്. അത് കേൾക്കുന്നുണ്ടോ ശ്രദ്ധിച്ച് നോക്കാൻ വേണ്ടി പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ ഞങ്ങളിതാ പെട്ടെന്ന് തന്നെ അവിടെ എത്തി. ഇതിങ്ങനെ ഒരു കുളം പോലെ ഉണ്ടാക്കിയതാണ്. ഇഷ്ടം പോലെ ആൾക്കാർ നീന്താനൊക്കെ വരുന്നുണ്ട്. ഒരുപാട് ദൂര സ്ഥലത്തു നിന്നൊക്കെ വണ്ടിയൊക്കെ വിളിച്ചിട്ട് അങ്ങനെ ഇവിടെ നീന്താൻ പഠിക്കാനും അങ്ങനെയൊക്കെ ഒരുപാട് പേര് വരുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾ വെള്ളച്ചാട്ടം പോലെയുള്ള ചെറുതായിട്ടൊരു വെള്ളച്ചാട്ടം പോലെയുള്ള സംഭവമുണ്ട്, അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പോകും. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇറങ്ങാനൊക്കെ. ഒന്നാമത് മഴ പെയ്തിട്ടുള്ള വഴുക്കലും പിന്നെ പാറക്കെട്ടൊക്കെ അല്ലേ, വീഴാതെ വേണം പോകാൻ, വീണാൽ കഴിഞ്ഞ് കഥ. അപ്പോൾ ഞങ്ങളിതാ എല്ലാവരും കൂടെ ഇറങ്ങാണ്. സാധാരണ ഞങ്ങളെല്ലാ മഴക്കാലത്തും വരാറുണ്ട്, ചേച്ചിമാരും ഒക്കെ കൂടിയായിട്ട് എല്ലാവരും കൂടി വരാറുള്ളതാണ്. അങ്ങനെ ഇതാണ് വെള്ളച്ചാട്ടം. പക്ഷേ ഈ ഫോണിൽ വീഡിയോയിൽ കാണുമ്പോൾ വളരെ ചെറുതായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അവിടെ നിന്ന് നേരിട്ട് കാണാൻ നല്ല രസമാണ്. അപ്പോൾ അച്ഛനും അമ്മയും ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുക. ഇത് സാധാരണ ഞങ്ങൾ ഇതുവരെ പോകാറുള്ളൂ. ഇതിൻ്റെ താഴെ വേറെ ഒന്നും കൂടെ ഉണ്ട്, അവിടേക്ക് പോയിട്ടേ ഇല്ല ഇതുവരെ. കാരണം കുറച്ച് പ്രയാസമാണ് അങ്ങോട്ട് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുവരെയാണ് എല്ലാ പ്രാവശ്യവും പോകല്. ഇപ്രാവശ്യം ഞങ്ങൾ ഇവിടെ വരെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ ഞങ്ങൾ താഴേക്കും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കുറച്ച് നേരം ഇവരിതാ വീഡിയോക്കൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ വെള്ളത്തേക്ക് ഇറങ്ങില്ല എന്ന് പറഞ്ഞ് പോയത്, നനയും എന്ന് പറഞ്ഞിട്ട് പോയതായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ എങ്ങനെയാണ് അത് കാണുമ്പോൾ അതിൻ്റെ ഇടയിലൊന്ന് പോയി നിൽക്കാതിരിക്കാൻ തോന്നുക. അങ്ങനെ ചെറുതായിട്ടൊന്ന് നനയാന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷെ ചെറുതായിട്ടല്ല, നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ തിരിച്ച് എങ്ങനെ പോരുകയെന്നാണ് വിചാരിച്ചത്, കാരണം ഫുള്ള് നനഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ എൻ്റെ ഷോ ആയിരുന്നു. ഇതിൻ്റെ താഴെ ഒരു വെള്ളച്ചാട്ടം കൂടി ഉണ്ട്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് എന്താ പറയുക, അങ്ങോട്ട് എങ്ങനെയെങ്കിലും പോകാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി അച്ഛൻ പോയോ, കൈക്കൂടി വഴി ഉണ്ടോയെന്ന്. അങ്ങനെ അച്ഛൻ പോയി വന്ന വഴി മുന്നോട്ട് പോവാണ്. അപ്പോൾ ആശയ്ക്ക് ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ട്, കാരണം ഫുള്ള് ഭയങ്കര കാടാണ്, അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോകണം. അപ്പോൾ ഇന്നെ നന്നായി കൈ മുറുക്കിയൊക്കെ പിടിച്ചിട്ടാണ് നടക്കുന്നത്, കാരണം ഭയങ്കര പേടിയായിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങളതിൽ കൂടി പോവാണ്. കുറച്ച് റിസ്ക്കാണ് ഇറങ്ങാനൊക്കെ. പിന്നെ അമ്മയും വല്യമ്മയും ഒക്കെ പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയും നോക്കി നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് വന്ന പോലെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ കുറച്ച്, പക്ഷേ നല്ല രസമല്ലേ, നമുക്ക് കാണണം എന്നുള്ളതിൽ നമ്മൾ വേഗം പോകും. പിന്നെ കുറച്ച് താഴേക്ക് ഇറങ്ങിയപ്പോൾ എന്താ പറയുക, ഞാൻ അവരെ കാത്തുക്കായിരുന്നു. അച്ഛനും ആശയും മുന്നിൽ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഇവർക്ക് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് കയറാൻ ഭയങ്കര പ്രയാസമാവും. അതുകൊണ്ട് അമ്മേനെയും വല്യമ്മേനെയും ആശീനെയും മുകളിൽ തന്നെ നിർത്തിയിട്ട് ഞങ്ങൾ മാത്രം താഴത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു.
അതാ നല്ലത്. അങ്ങനെ ആശിനെയും അമ്മേനെയും വല്യമ്മേനൊക്കെ ഇതായി ഇവിടെ നിർത്തിയിട്ട് ഞങ്ങൾ താഴേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. ആശിക്ക് താഴേക്ക് വരണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ താഴേക്ക് ഇറങ്ങിയാൽ മുകളിലേക്ക് കയറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അവരോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ഞാനും കൂട്ടുകാരെങ്കിലും താഴേക്ക് ഇറങ്ങി. ഇവിടെ എന്ന് പറഞ്ഞാൽ മുകളിലത്തേനെക്കാട്ടും കുറച്ചും കൂടി ഹൈറ്റിലാണ് വെള്ളം ചേർന്നത്. അപ്പോൾ ഒന്നുകൂടെ ഭംഗിയുണ്ട് കാണാൻ. ഇത് ഫോണിലൂടെ നിങ്ങൾക്കൊക്കെ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ അടിപൊളിയാണ്, നല്ല രസമാണ്. അങ്ങനെ പിന്നെ അവിടെയും കുറച്ച് നേരം നനയൊക്കെ ചെയ്തു. എങ്ങനെയാണ് ആ വെള്ളം ചാടുമ്പോൾ അതിൻ്റെ അടിയിൽ പോയി നിൽക്കാതിരിക്കുക. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നതിൻ്റെ ശേഷം പിന്നെ തിരിച്ച് മുകളിലേക്ക് പോകാനാണ്. അവിടെ നിന്ന് വിളി തുടങ്ങി. ആശയോടെ ഒറ്റയ്ക്ക് നിന്നിട്ട് ബോറടിക്കുക അത്ര. കൊതുക് അടിക്കുന്നത് വേഗം വരാൻ പറഞ്ഞിട്ട് അവർക്ക് ഇങ്ങോട്ട് വരാൻ വയ്യല്ലോ. അവളെ കൊണ്ടുവരുന്നത് കുഴപ്പമില്ല, പക്ഷെ ഭയങ്കര വഴുക്കലാണ്, നമുക്ക് തന്നെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവളെയും കൂടി കൊടുന്നാൽ ശരിയാവില്ലല്ലോ, അതാണ് അവളവിടെ നിർത്തിയത്. അങ്ങനെ പിന്നെ ഞങ്ങളവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ അവിടെ നിന്നതിന് ശേഷം പിന്നെ പോകാനായിട്ട് മുകളിലേക്ക് കയറി. പിന്നെ അവിടെ ആരൊക്കെ അറിയണവരെ കണ്ടപ്പോൾ സംസാരിച്ചേക്കും. ഒരുപാട് പേര് വന്നിട്ടുണ്ടെന്ന്, ഇന്ന് ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു പോരാന്ന് വിചാരിച്ചു. പിന്നെ തിരിച്ചു പോരുമ്പോഴും ഇവിടെ കയറി വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്, കാരണം ഞാൻ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. ആ ഡ്രസ്സ് എങ്ങനെയൊന്ന് മാറ്റിയാൽ മതി എന്ന് വിചാരിച്ച് നിൽക്കുക. പിന്നെ പെട്ടെന്ന് അവിടെ കയറി അവിടെ എന്താ പറയുക ഒരു മാമ ഉണ്ടായിരുന്നു, അവരടുത്ത് പോകാമെന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സൺഡേ അടിപൊളിയായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കാതെ പോയതാണ്, പക്ഷേ എന്തായാലും നല്ല രസമായി. അപ്പോൾ ഓക്കെ, ബൈ.